മോദി കോട്ടയെ പൊളിക്കാൻ പ്രതിപക്ഷം സജ്ജമാവുകയാണ്. കരുത്തുറ്റ പ്രതിപക്ഷത്തിന്റെ മൂർച്ചയേറിയ നാവിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പലപ്പോഴും മോദി കൂട്ടാളികൾക്ക് ആകാറില്ല. പാർലമെന്റിലും രാജ്യസഭയിലും മോദി സ്തുതികളെ അരിഞ്ഞു വീഴ്ത്താനുള്ള ശക്തി പ്രതിപക്ഷത്തിന് ആവോളമുണ്ട്. ആ കൂട്ടത്തിലേക്ക് മോദിയുടെ മുഖ്യ വിമർശകൻ കൂടിയെത്തുമ്പോൾ പ്രതിപക്ഷക്കോലത്തിന് ശക്തിയേറുകയാണ്. ബി.ജെ.പിയുടെ നിശിത വിമർശകൻ കമൽഹാസൻ സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ മോദി പരിവാരങ്ങളുടെ മുട്ട് വിറയ്ക്കുകയാണ്. ഹിന്ദുത്വ അജണ്ടകളെ പൊളിക്കുമാറ് കമൽഹാസൻ നടത്തിയ പ്രസ്താവനയായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തീവ്രവാദി ഒരു ഹിന്ദുവാണ് എന്നത്. ഇത് ചെന്നുകൊണ്ടത് ബി.ജെ.പിയുടെ ഇടനെഞ്ചിലേക്കാണ്. ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരെയും അതിർത്തി നിർണയത്തിനെതിരെയും പ്രമേയം അംഗീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് കമൽഹാസൻ എത്തിയിരുന്നു. ഒരു ഭാഷയ്ക്ക് വേണ്ടി തമിഴർ ജീവൻ നഷ്ടപ്പെട്ടു, ഇതുമായി കളിക്കരുത് എന്ന് കമൽഹാസൻ കേന്ദ്രത്തിന് പലപ്പോഴും മുന്നറിയിപ്പും നൽകിയിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ കുറിച്ച് കമൽഹാസനും നിരവധി തമിഴ് രാഷ്ട്രീയക്കാരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. 1960കളിൽ ആ സമയത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച അക്രമാസക്തമായ സംഘർഷങ്ങൾക്ക് കാരണമായ ദീർഘകാല വിവാദം കഴിഞ്ഞ മാസം വീണ്ടും ഉയർന്നു വന്നിരുന്നു. ത്രിഭാഷാ നയം നടപ്പിലാക്കിയില്ല എങ്കിൽ കേന്ദ്രം ഫണ്ട് നിർത്തലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഏറ്റവും വലിയ പൊട്ടിത്തെറിയുണ്ടായത്. അതിനെതിരെ ശബ്ദിച്ചുകൊണ്ടാണ് കമൽഹാസൻ നിശിത വിമർശകനായി രംഗത്തേക്ക് എത്തിയത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയുമുള്ളൂ: മോദിക്ക് നേരിടാൻ ഒരു ശത്രു കൂടി സഭയിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു. ഇന്നലെ ആയിരുന്നു കമൽഹാസൻ രാജ്യസഭ MP ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യസഭ MP ജഗദീപ് ധൻഖറിന്റെ രാജി ഇത്രയും വിവാദമായി കത്തി നിൽക്കുന്ന സമയത്തുള്ള കമൽഹാസന്റെ വരവ് അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരിക്കും. ആദ്യത്തെ അമ്പ് അത് തന്നെയായിരിക്കും കമൽഹാസൻ എറിയുക. രാജ്യസഭ MP ആയി കമൽ ചുമതല ഏറ്റെടുത്ത് തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നതാണ് കേന്ദ്രത്തോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. DMKയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ പിന്തുണയോടെ ജൂണിൽ കമൽഹാസൻ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മക്കൾ നീതി മയ്യം പാർട്ടി DMK നേതൃത്വത്തിലുള്ള മുന്നണിയിൽ ചേർന്നിരുന്നു. ഇതിന് പിന്നാലെ ലോക്സഭാ സീറ്റിൽ മത്സരിക്കണോ അതോ രാജ്യസഭാ നാമനിർദ്ദേശം സ്വീകരിക്കണോ എന്ന് തെരഞ്ഞെടുക്കാൻ കമൽഹാസന് അവസരം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം രാജ്യസഭ MP ആയിട്ട് എത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത്. പൊതു തെരഞ്ഞെടുപ്പിൽ DMK കോൺഗ്രസ് സഖ്യത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. DMKയ്ക്കും ADMKയ്ക്കും ഒരുപോലെ ദ്രാവിഡമല്ലാത്ത ഒരു ബദലായിട്ട് 2018 കമൽഹാസൻ MNM എന്ന പാർട്ടി ആരംഭിച്ചത്. എന്നാൽ സമീപ വർഷങ്ങളിൽ അദ്ദേഹം തന്റെ നിലപാട് മയപ്പെടുത്തി DMKയുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടു. ഈ മാറ്റം വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടത്തെക്കാൾ ദേശീയ താല്പര്യത്തിനാണെന്ന് അദ്ദേഹം പറയുന്നത്. BJPയും ADMKയും ഒരു ഭാഗത്ത് നിലകൊള്ളുമ്പോൾ സ്റ്റാലിൻ നയിക്കുന്ന DMK മുന്നണി ശക്തമായി തന്നെ മത്സര രംഗത്തുണ്ടാകും എന്നതാണ് മറ്റൊരു കാര്യം. നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ കമലിന്റെ പാർട്ടി എത്രത്തോളം ശക്തി പ്രകടമാക്കും എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല എങ്കിലും രാജ്യസഭയിൽ കേന്ദ്രത്തിനെതിരെ ശക്തമായ ശബ്ദമായി കമലും ഉണ്ടാകും എന്ന് ഉറപ്പാണ്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും DMKയും സഖ്യമായതുകൊണ്ട് തന്നെ കമൽഹാസന്റെ ഈ വരവ് കോൺഗ്രസിനും അതുപോലെ ഇന്ത്യ സഖ്യത്തിനും വലിയ ശക്തി പകരുകയാണ്.